ഹായ് എവരി വൺ, വെൽക്കം ടു നിഷ ജൂഹബ്. സോ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് മാതങ്കിനി ഹസ്രയെ കുറിച്ചാണ്. ആരാണ് മാതങ്കിനി ഹസ്ര? അപ്പം UPSC റിലേറ്റഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റോൾ ഓഫ് വുമൺ ഇൻ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ, അല്ലെങ്കിൽ വുമൺ എംപവർമെന്റ്, അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര രംഗത്തുള്ള സ്ത്രീകളുടെ റോളൊക്കെ ചോദിച്ച് എസ് എ റൈറ്റിങ്ങിനൊക്കെ കോട്ട് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾക്ക് നെറ്റ് ഹിസ്റ്ററി, UGC നെറ്റ് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്, അതുപോലെ PSC എഴുതുന്ന സ്റ്റുഡൻസിനും ഒക്കെ ചോദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ടോപ്പിക്കാണ്. സോ അപ്പം ആരാണ് മാതങ്കിനി ഹസ്ര, അതുപോലെ തന്നെ എന്താണ് അവരുടെ റോള്, ഇതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ്സ് വെച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ് കേട്ടോ. സോ മാതങ്കിനി ഹസ്ര ഇൻ ബംഗാൾ, 73-year-old മാതങ്കിനി ഹസ്ര, affectionately known as Gandhi Buri, old late Gandhi, was a remarkable Indian freedom fighter. സോ ബംഗാളിൽ നിന്നുള്ള പ്രശസ്തയായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അവരെ അഫെക്ഷനേറ്റ്ലി, സ്നേഹത്തോടെ അവരറിയപ്പെടുന്നത് വൃദ്ധയായ ഗാന്ധി, ഓൾഡ് ലേറ്റ് ഗാന്ധി, അല്ലെങ്കിൽ ഗാന്ധി ബൂരി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, മാതങ്കിനി ഹാസ്ര വാസ് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഐഡിയൽസ് ഓഫ് മഹാത്മാഗാന്ധി ആൻഡ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇനി എന്തുകൊണ്ട് അവർ ഈ സ്വാതന്ത്ര്യ സമര രംഗത്ത് അല്ലെങ്കിൽ ഫ്രീഡം ഫൈറ്റർ ഒക്കെ ആയി മാറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തായിരുന്നു അവരെ സ്വാധീനിച്ചതെന്ന് പറഞ്ഞാൽ ഐഡിയൽസ് ഓഫ് മഹാത്മാഗാന്ധി ആൻഡ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഗാന്ധിജിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദർശങ്ങൾ അവർ പിന്തുടർന്നു. അതാണ് ആ മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദർശങ്ങളൊക്കെ അവരെ സ്വാധീനിച്ചു. ഓക്കെ, ഇനി ഇവരെന്താ ചെയ്തതെന്നറിയാമോ? ലെഡ് എ പീസ്ഫുൾ പ്രൊസഷൻ ഓഫ് അബൌട്ട് 6,000 പ്രൊട്ടസ്റ്റേഴ്സ് ടുവേർഡ്സ് എ പോലീസ് സ്റ്റേഷൻ. ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് 6,000-ഓളം പ്രതിഷേധക്കാരുമായിട്ട് വളരെ സമാധാനപരമായിട്ടുള്ള ഒരു മാർച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തുകയാണ്. പോലീസ് ഓപ്പൺ ഫയർ ഓൺ ദ ക്രൗഡ്. പോലീസ് എന്ത് ചെയ്തു? ജനക്കൂട്ടത്തിന് നേരെ പോലീസ് വെടിയുതിർത്തു. ഡെസ്പൈറ്റ് ബീങ് ഷോട്ട് മൾട്ടിപ്പിൾ ടൈംസ്, ഷീ കെപ്റ്റ് മാർച്ചിങ് ഫോർവേഡ്, ഹോൾഡിംഗ് ദ ഇന്ത്യൻ ഫ്ലാഗ് ഹൈ ആൻഡ് ചാൻഡിങ് വന്ദേ മാതരം അണ്ടിൽ ഹർ ഫൈനൽ ബ്രത്ത്. ഇപ്പൊ പലതവണ വെടി ഉതിർത്തിട്ട് പോലും, പലതവണ വെടിയേറ്റിട്ട് പോലും അവർ മുന്നോട്ട് നീങ്ങുകയാണ്. ഇന്ത്യൻ പതാക കൈകളിലേന്തി അവർ മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോഴും അവരുടെ അവസാന ശ്വാസം നിലയ്ക്കുന്നതും വരെയും അവരെന്താ ചെയ്തത്? വന്ദേ മാതരം വിളിച്ചുകൊണ്ട്, പാടിക്കൊണ്ട് അവര് പോവുകയായിരുന്നു. മാതങ്കിനി ഹസ്ര ഫെൽ ടു ബ്രിട്ടീഷ് ബുള്ളറ്റ്സ് ഓൺ September 29, 1942 while leading a ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് മാർച്ച്. ക്വിറ്റ് ഇന്ത്യ സമര മാർച്ചില് 1942 സെപ്റ്റംബർ 29 അവർ വെടിയേറ്റ് മരിക്കുന്നത്. ദീസ് ബ്രേവ് ഡീസെൻട്രലൈസ്ഡ് ആക്ട്സ് ട്രാൻസ്ഫോംഡ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഇൻ ടു എ നേഷൻ വൈഡ് പോപ്പുലർ അപ്രൈസിംഗ്. അപ്പൊ ഇത്രയും വളരെ ഈ ധീരതയുടെയും ദേശഭക്തിയുടെയും പ്രതീകമായിട്ട് മാറി. ഹെർ അൾട്ടിമേറ്റ് സാക്രിഫൈസ് മെയ്ഡ് ഹെർ എ സിംബൽ ഓഫ് കറേജ് ആൻഡ് പേട്രിയോട്ടിസം. അപ്പൊ ഇത്രയും അവരുടെ ഈ ഒരു ത്യാഗം എന്ന് പറയുന്നത് ധീരതയുടെയും ദേശഭക്തിയുടെയും പ്രതീകമായിട്ട് മാറുകയാണ്. അത് മാത്രമല്ല, ഈ ഒരു വളരെ ധീരമായിട്ടുള്ള പ്രവൃത്തി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ, ജനകീയ സമരത്തെ ജനകീയമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സമരകാലത്ത് ഇവര് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ സമയത്താണ് പോലീസുകാർ വെടിയുതിർക്കുന്നതും ഇവര് September 29, 1942 വെടിയേറ്റ് മരിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ഒരു റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ് മാതങ്കിനി ഹസ്രയെ കുറിച്ച് പറയുന്നത്. ഓക്കെ, വീരമൃത്യുവാണ് അവര് മരിച്ചിരിക്കുന്നത്. കാരണം 1942 September 29 ബ്രിട്ടീഷ് ബുള്ളറ്റുകൾ ഏറ്റുവാങ്ങി വെടിയേറ്റു മരിക്കുകയാണ് ചെയ്തത്. ഇത് കണ്ടില്ലേ, മാതങ്കിനി ഹസ്രയുടെ ഒരു സ്റ്റാച്യു ആണ്. ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് മാത്രമല്ല, ഷീ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ലെഡ് ബൈ മഹാത്മാഗാന്ധിജി. അതുപോലെ സോൾട്ട് സത്യാഗ്രഹയിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ സോൾട്ട് സത്യാഗ്രഹയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഷീ ബ്രോക്ക് ദ സോൾട്ട് ലോ ആൻഡ് വാസ് അറസ്റ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഉപ്പ് നിയമം ലംഘിക്കുകയും അവരെ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, മഹാത്മാഗാന്ധിജിയുടെ മറ്റ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിൽ പങ്കെടുത്തിട്ടുണ്ട്, ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഉപ്പ് നിയമം ബ്രേക്ക് ചെയ്തത് കൊണ്ട് അവരെ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യുകയാണ്. ഹെർ ഇൻവോൾവ്മെന്റ് ഇൻ ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഇൻ 1942 ഹൈലൈറ്റഡ് ഹെർ സ്ട്രോങ് ലീഡർഷിപ്പ് ആൻഡ് ഓർഗനൈസേഷണൽ സ്കിൽസ്. പക്ഷെ ക്വിറ്റ് ഇന്ത്യ സമരകാലത്തുള്ള അവരുടെ 1942 നടന്നിട്ടുള്ള ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് അവരുടെ ധീരമായിട്ടുള്ള പ്രവർത്തികൾ എന്താണ്? ഹൈലൈറ്റഡ് ഹെർ സ്ട്രോങ് ലീഡർഷിപ്പ് ആൻഡ് ഓർഗനൈസേഷണൽ സ്കിൽസ്. അതാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തിട്ടുള്ളത്? അവരുടെ പങ്കാളിത്തം, അവരുടെ ശക്തമായിട്ടുള്ളൊരു
ലീഡർഷിപ്പ് നേതൃത്വ പാഠവും അതുപോലെ ഓർഗനൈസേഷണൽ സ്കിൽസ് സംഘടനാ ശേഷിയും എടുത്തു കാണിക്കുന്നതായിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സമരകാലത്തുള്ള അവരുടെ പങ്കാളിത്തം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഗാന്ധിജി നയിച്ചിട്ടുള്ള നിസ്സഹകരണ പ്രസ്ഥാനത്തിലും ഉപ്പ് സത്യാഗ്രഹത്തിലും ഒക്കെ സജീവമായി പങ്കെടുത്തു. പിന്നെ ഉപ്പ് നിയമം ലംഘിക്കപ്പെടുന്നത് മൂലം സോൾട്ട് ലോ നിയമം ലംഘിക്കുകയും അവരെ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇവരെ ഏറ്റവും കൂടുതൽ ഇവരുടെ ഒരു സ്വാധീനം, ഒരു പങ്കാളിത്തം എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് 1942 ആ ഒരു പങ്കാളിത്തമായിരുന്നു. അതാണ് മാതങ്കിനി ഹസ്ര എന്ന് പറയുന്ന ഫ്രീഡം ഫൈറ്ററിനെ അവരുടെ ഏറ്റവും ശക്തമായിട്ടുള്ള നേതൃത്വ പാഠവും സംഘടനാ ശേഷിയും എടുത്തു കാണിക്കുന്നതായിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലെ അവരുടെ പങ്കാളിത്തം എന്ന് പറയുന്നത്. അപ്പൊ വളരെ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം മറ്റ് ഫ്രീഡം ഫൈറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലേ, സരോജിനി നായിഡു, റാണി ലക്ഷ്മിബായി, അങ്ങനെ കുറെ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളും മറ്റും സ്ത്രീ ശാക്തീകരണങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് എഴുതാം. അതിൽ നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റിയ ഒരു എക്സാമ്പിൾ ആണ് മാതങ്കിനി ഹസ്ര എന്ന് പറയുന്ന ഫ്രീഡം ഫൈറ്ററിനെ കുറിച്ച്. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ? സോ താങ്ക് യു.